ഹലോ കൂട്ടുകാരെ, പാർട്ട് 1 നമ്മൾ ന്യൂട്രീഷനാണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്പിറേഷനാണ്. അപ്പോൾ ആദ്യം ഹ്യൂമൻ റെസ്പിറേഷൻ. ഹൗ ലോങ് ക്യാൻ യു ഹോൾഡ് യുവർ ബ്രീത്ത്? ലെറ്റ്സ് ഡു എ സിമ്പിൾ ആക്ടിവിറ്റി. നിങ്ങൾക്ക് എത്ര നേരം നിങ്ങളുടെ ശ്വാസം പിടിച്ചു വയ്ക്കാനായിട്ട് കഴിയും? അതിനുവേണ്ടി നമുക്കൊരു ചെറിയ ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, ടേക്ക് എ ഡീപ് ബ്രീത്ത്. നൗ ട്രൈ ടു ഹോൾഡ് യുവർ ബ്രീത്ത് ആസ് ലോങ് ആസ് യു ക്യാൻ. നിങ്ങൾ എഴുന്നേറ്റ് നിന്നതിന് ശേഷം ഒരു നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര നേരം നിങ്ങളുടെ ശ്വാസം നിങ്ങൾക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഹു ഹാസ് ബീൻ ഏബിൾ ടു ഹോൾഡ് ബ്രീത്ത് ഫോർ ലോങ്? അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ടൈം നോക്കാം, അല്ലെങ്കിൽ 1 2 3 എണ്ണി നോക്കാം. ഓക്കെ, അതൊക്കെ ചെയ്തിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ നേരം ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കണം. കുഡിൻറ്റ് യു ഹോൾഡ് യുവർ ബ്രീത്ത് ഈവൻ ഫോർ എ മിനിറ്റ്? കുഡ് യു? നിങ്ങൾക്ക് 1 മിനിറ്റ് നേരത്തേക്കെങ്കിലും നിങ്ങളുടെ ശ്വാസം പിടിച്ചു വെക്കാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് ബ്രീത്തിങ്. അപ്പോൾ നമുക്ക് ബ്രീത്തിങ്ങിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. പ്രസ് യുവർ ഹാൻഡ് ഓൺ യുവർ ചെസ്റ്റ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഔട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചിൽ നിങ്ങൾ കൈ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിലൊന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്ത് നോക്കുക. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് യുവർ ബോഡി ഈസ് എക്സ്പീരിയൻസിങ്? നിങ്ങളുടെ ബോഡിക്ക് എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? ഡോണ്ട് യു ഫീൽ ദ എയർ കമ്മിങ് ഇൻ ആൻഡ് ഗോയിങ് ഔട്ട്? അപ്പോൾ അകത്തേക്ക് ഈ ശ്വാസം കടന്നു വരുന്നതും അത് തിരികെ പോകുന്നതും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നില്ലേ? വാട്ട് എൽസ് ഡു യു ഫീൽ? മറ്റെന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വരുന്ന മാറ്റവും അതുപോലെ നമ്മൾ പുറത്തേക്ക് ഇടുമ്പോൾ എന്തോ ഒന്ന് നമ്മളുടെ കയ്യിലേക്ക് തട്ടുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ നെഞ്ചിൽ കൈ അമർത്തി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയൊക്കെ ചെയ്ത് നോക്കാം. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിന് ഇൻഹലേഷൻ എന്നും പുറത്തേക്ക് വിടുന്നതിന് എക്സലേഷൻ എന്നുമാണ് പറയുന്നത്. ഇൻഹലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് എയർ ഇൻ ടു ദ ലങ്സ്. അപ്പോൾ ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലങ്സിനുള്ളിലേക്ക്, നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലേക്ക് നമ്മൾ നമ്മുടെ ശ്വാസം എടുക്കുന്ന ആ പ്രക്രിയയ്ക്കാണ് നമ്മൾ ഇൻഹലേഷൻ എന്ന് പറയുന്നത്. എക്സലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം ലങ്സ് ടു ഔട്ട്സൈഡ്. എക്സലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എയർ നമ്മുടെ ലങ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ പ്രക്രിയയ്ക്കാണ് നമ്മൾ പറയുന്നത് എക്സലേഷൻ എന്ന്. അപ്പോൾ ഇൻഹലേഷനും എക്സലേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നെന്ന് ഓർക്കുക. ഇന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു അല്ലേ? അപ്പോൾ ടേക്കിംഗ് എയർ ഇൻ ടു ദ ലങ്സ് ആണ് ഇൻഹലേഷൻ എന്ന് പറയുന്നത്. ഇനി എക്സലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇന്നിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എക്സലേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എക്സലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം ലങ്സ് ടു ഔട്ട്സൈഡ്. അപ്പോൾ ലങ്സിനുള്ളിൽ നിന്ന് എയറിനെ നമ്മൾ പുറത്തേക്ക് കളയുന്ന പ്രക്രിയയാണ് എക്സലേഷൻ. അപ്പോൾ ഇത് രണ്ടും തിരിഞ്ഞു പോകാതെ പഠിച്ചു വെച്ചേക്കുക. ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് മറ്റേതെന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇൻഹലേഷൻ നിങ്ങൾക്ക് ഇൻ വെച്ച് ഓർത്ത് വയ്ക്കാം, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് എക്സലേഷൻ എന്നും ഓർക്കുക. അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സോ, നമ്മുടെ സോപ്പില്ലേ, സോപ്പ് നമ്മൾ എന്താണ്, സോപ്പിനെ നമ്മൾ ഉപയോഗിച്ച് തരുമ്പോൾ അത് പുറത്തേക്ക് കളയും അല്ലേ? അപ്പോൾ അതേപോലെ എക്സലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ എയർ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മളുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ അതിനെ എന്തോ ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതിന് നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം, ഒരു വൈറ്റ് ട്യൂബ് വേണം, റബ്ബർ ബാൻഡ് വേണം, 2 സ്മോൾ ബലൂൺസ് വേണം, ഒരു ബിഗ് ബലൂൺ വേണം, പിന്നെ ഒരു സ്ട്രിങ് വേണം, ഒരു പേപ്പർ ബോൾ വേണം. ഇത് വെച്ച് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. ചിത്രത്തിൽ തന്നിരിക്കുന്നത് പോലെ വൈറ്റ് ട്യൂബ് എന്ത് ചെയ്യുക, ആ ബോട്ടിലിൻ്റെ ലിഡിനകത്തൂടെ അവിടെ ഘടിപ്പിച്ച് വയ്ക്കുക. ആ വൈറ്റ് ട്യൂബിൻ്റെ അറ്റത്തേക്ക് 2 ചെറിയ ബലൂണുകൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കണം. അതിനുശേഷം ആ താഴെ ഒരു വലിയ ബലൂൺ എന്ത് ചെയ്യുക, വലിച്ചു കെട്ടുക. അതിനുള്ളിലേക്ക് ഈ റബ്ബർ ബാൻഡിൽ ഒരു പേപ്പർ ബോൾ കെട്ടിയിട്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് പുറത്ത് നിന്ന് ആ ബോളിനെയും ബലൂണിനെയും കൂടെ ചേർത്ത് ഒരു സ്ട്രിങ് കെട്ടുക. എന്നിട്ട് ഈ സ്ട്രിങ്ങിൽ നമ്മൾ പിടിച്ച് താഴോട്ട് വലിക്കുമ്പോഴത്തേനും ആ പ്രഷർ കൊണ്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന നമ്മളുടെ ചെറിയ ബലൂണുകൾ വീർക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ചെറിയ ആക്ടിവിറ്റിയാണ്. അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം ചേർന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ആ മോഡൽ കണ്ടു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ മോഡലും മനുഷ്യരുടെ ലങ്സ്, ഹ്യൂമൻ ലങ്സ് പ്രവർത്തിക്കുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? നോസ്ട്രൽ, ട്രക്കിയ, ബ്രോങ്കി, ബ്രോങ്കിയോൾ, ആൽവിയോളെ, ഡയഫ്രം, ഇതൊക്കെയാണല്ലേ. ഇത് നമ്മൾ ആ മോഡലിൻ്റെ ചിത്രവും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. രണ്ടും തമ്മിൽ കുറച്ച് സാമ്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ലേ? ഹ്യൂമൻ ലങ്സ് ആർ പ്ലേസ്ഡ് ഇൻ എ സ്പേസ് ഇൻസൈഡ് ദ ചെസ്റ്റ് കോൾഡ് ദ തൊറാസിക് ക്യാവിറ്റി. അപ്പോൾ നമ്മുടെ ലങ്സ് ഇരിക്കുന്നത് നമ്മുടെ ചെസ്റ്റിനുള്ളിലാണ്. ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് തൊറാസിക് ക്യാവിറ്റി. ബിലോ ഇറ്റ് ഈസ് ദ അബ്ഡോമൻ. ഇതിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ വയറ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ വയറിന് തൊട്ട് മുകളിലുള്ള ഭാഗമാണ് ഈ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ ക്യാവിറ്റിക്ക് ഉള്ളിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിലാണ് ആരിയ്ക്കുന്നത്, നമ്മുടെ ലങ്സ് ഇരിക്കുന്നത്. ഡയഫ്രം ഈസ് ദ മസ്കുലാർ വാൾ ദാറ്റ് സെപ്പറേറ്റ് ദ തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റീസ്. അപ്പോൾ നമ്മുടെ ആ വയറിനെയും തൊറാസിക് ക്യാവിറ്റിയും തമ്മിൽ വേർതിരിച്ച്
മുകളിലിരിക്കുന്ന ഒരു മസിൽസ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ഭിത്തിയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ബെൻഡ് അപ്വേർഡ് ആൻഡ് ഈസ് ഡോം ഷേപ്ഡ്. ഇതെന്താണ്, മുകളിലേക്ക് അല്പം വളഞ്ഞാണ് ഇരിക്കുന്നത്. അതിൻ്റെ നടുക്ക് ഭാഗം എന്താണ്, മുകളിലേക്കായിട്ടാണ് ഇരിക്കുന്നത്. അതായത് നടുക്ക് ഭാഗം മുകളിലേക്കും വശങ്ങൾ താഴേക്കുമായിരിക്കും ഇരിക്കുക. In the above model, the big balloon stretched over the bottom of the bottle can be imagined as the diaphragm and the two smaller balloons as the two lungs. അപ്പം നമ്മൾ നേരത്തെ ഒരു മോഡൽ ചെയ്തല്ലോ, ആ മോഡലിലെ വലിയ ബലൂൺ എന്ന് പറയുന്നത് ഡയഫ്രം ആയിട്ടും മറ്റ് രണ്ട് ചെറിയ ബലൂണുകൾ എന്ന് പറയുന്നത് ലങ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിന്തിക്കാം. The contractile activities of human lungs and of the model you made are almost similar. അപ്പോൾ നമ്മളുടെ ഈ മോഡലിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഹ്യൂമൻ ലങ്സിൻ്റെ പ്രവർത്തനവും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ്. The diaphragm and the muscle attached to the ribs play a role in the contraction and expansion of human lungs. അപ്പോൾ നമ്മളുടെ ഈ ഡയഫ്രോം അതുപോലെ തന്നെ നമ്മുടെ റിബ്സ് ഉണ്ടല്ലോ, വാരിയെല്ലുകൾ, ഇത് രണ്ടും എന്തിന് സഹായിക്കുന്നുണ്ട്, നമ്മളുടെ ഈ ഹ്യൂമൻ ലങ്സിൻ്റെ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചുരുങ്ങലും അതുപോലെ എക്സ്പാൻഷൻ എന്താണ്, വികാസം അല്ലേ. അപ്പം ഈ നമ്മുടെ ഹ്യൂമൻ ലങ്സ് ചുരുങ്ങുന്നതും വികസിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ ഡയഫ്രോം അതുപോലെ റിബ്സിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള മസിൽസും ഒരു പ്രത്യേക പങ്ക് വഹിക്കുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ, റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ ഈ ചിത്രങ്ങൾ നിരീക്ഷിച്ചിട്ട് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തി സയൻസ് ഡയറിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ദ ഡയഫ്രം ഡ്യൂറിങ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. ഇൻഹലേഷൻ്റെ ടൈമിലും എക്സലേഷൻ്റെ ടൈമിലും എന്താണ് ഡയഫ്രത്തിന് സംഭവിക്കുന്നത്? അപ്പോൾ അതിനു മുൻപ് നമുക്ക് ആ ചിത്രങ്ങളൊന്ന് നിരീക്ഷിക്കാം. ആദ്യത്തെ ചിത്രം നോക്കൂ, അവിടെ ഇൻഹലേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ആരോ എവിടേക്കാണ് കൊടുത്തിരിക്കുന്നത്, നോസ്ട്രിൽസിൻ്റെ അകത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ഇൻഹലേഷൻ ആണ് നടക്കുന്നത്. ഇനി അവിടെ ലങ്സിൻ്റെ കാര്യം നോക്കൂ, ലങ്സിൻ്റെ ആരോ പുറത്തേക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ലങ്സ് എക്സ്പാൻഡ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഡയഫ്രത്തിൻ്റെ ചിത്രം നോക്കിയേ, അവിടെ ഫ്ലാറ്റൺ ആയിട്ടാണ് ആരോ കൊടുത്തിരിക്കുന്നത്. അതായത് ലങ്സ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഡയഫ്രം എന്ത് ചെയ്തു, ഫ്ലാറ്റൺ സ്റ്റേജിലേക്ക് മാറി. ഇനി ആ രണ്ടാമത്തെ ചിത്രം സൂചിപ്പിക്കുന്നത് എക്സലേഷൻ ആണ്. അതായത് ആരോ പുറത്തേക്കാണ്, നോസ്ട്രിൽസിൽ നിന്ന് ആരോ പുറത്തേക്ക് വിടുമ്പം അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ശ്വാസം പുറത്തേക്ക് വിട്ടു എന്നാണ്. അവിടെ എക്സലേഷൻ ആണ് നടക്കുന്നത്. അവിടെ ലങ്സ് നോക്കിയേ, ലങ്സിൻ്റെ ആരോ അകത്തേക്ക് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, ലങ്സ് കോൺട്രാക്ട് ചെയ്ത് ചുരുങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഡയഫ്രം നോക്കിയേ, ഡയഫ്രം വീണ്ടും അതിൻ്റെ ഡോം ഷേപ്പിലേക്ക് മാറി അല്ലേ. അപ്പോൾ ഇതാണ് ഇൻഹലേഷനും എക്സലേഷനും നടക്കുമ്പോൾ നമ്മുടെ ലങ്സിനുണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദ ഡയഫ്രം ഡ്യൂറിങ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. ഇപ്പം നമുക്കറിയാലോ എന്താണ് ഇൻഹലേഷൻ്റെ ടൈമിലും എക്സലേഷൻ്റെ ടൈമിലും ഡയഫ്രത്തിന് സംഭവിച്ചതെന്ന്. ഡയഫ്രം എന്ത് ചെയ്തു, ഇൻഹലേഷൻ്റെ ടൈമിൽ അത് ഫ്ലാറ്റൺ ആയി, എക്സലേഷൻ്റെ ടൈമിൽ അത് എന്ത് ചെയ്തു, അത് അതിൻ്റെ പ്രീവിയസ് പൊസിഷനിലേക്ക് മാറി എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വെൻ ഡസ് ദ തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസ് ഇൻ വോളിയം ഡ്യൂറിങ് ഇൻഹലേഷൻ ഓർ എക്സലേഷൻ. അപ്പോൾ ഇൻഹലേഷൻ്റെ ടൈമിലാണോ എക്സലേഷൻ്റെ ടൈമിലാണോ തൊറാസിക് ക്യാവിറ്റി എന്ത് ചെയ്ത് അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെപ്പോഴാണ് നടന്നത്, ഇൻഹലേഷൻ്റെ ടൈമിലാണ് നടന്നത് അല്ലേ. അതായത് ഇൻഹലേഷൻ നടക്കുമ്പോൾ ഡയഫ്രം എന്ത് ചെയ്യുന്നു, താഴേക്കായിട്ട് ഫ്ലാറ്റൺ ആവുകയും തൊറാസിക് ക്യാവിറ്റിയുടെ ആ ഒരു സ്പേസ് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആർക്ക്, ലങ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്ത് എപ്പോഴായിരുന്നു, ഇൻഹലേഷൻ്റെ ടൈമിലായിരുന്നു. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ. ഡ്യൂറിങ് ഇൻഹലേഷൻ ദ ഡയഫ്രം കോൺട്രാക്ട് ആൻഡ് ഫ്ലാറ്റൻസ്. അപ്പോൾ ഇൻഹലേഷൻ്റെ ടൈമിൽ ഡയഫ്രം എന്ത് ചെയ്തു, കോൺട്രാക്ട് ചെയ്യുകയും ഫ്ലാറ്റൺ ആവുകയും ചെയ്തു. ദിസ് ഇൻക്രീസസ് ദ വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി. അപ്പോൾ നമ്മുടെ ഈ ഡയഫ്രം താഴേക്ക് വന്നു അല്ലേ. താഴേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം, അവിടുത്തെ കപ്പാസിറ്റി എന്ത് ചെയ്തു, കൂടി. ദ അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ ലങ്സ് ആൻഡ് ലങ്സ് എക്സ്പാൻഡ്. അപ്പോൾ അവിടെ എക്സ്പാൻഡ് ചെയ്ത് അവിടെ കുറച്ച് സ്ഥലം കിട്ടിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയർ ലങ്സിലേക്ക് കയറുകയും ലങ്സ് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തു. ഇനി ഡ്യൂറിങ് എക്സലേഷൻ ദ ഡയഫ്രം റിലാക്സസ് ആൻഡ് ബോത്ത് ദ ഡയഫ്രം ആൻഡ് ദ ലങ്സ് റിട്ടേൺ ടു ദെയർ പ്രീവിയസ് പൊസിഷൻസ്. അപ്പോൾ ഇനി നമ്മുടെ ശ്വാസം എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പോവാണ്, എക്സലേഷൻ നടക്കുകയാണ്. എക്സലേഷൻ നടക്കുമ്പോൾ പിന്നെ അത്രയും സ്പേസിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അത്രയും സ്പേസിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഡയഫ്രോം അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ലങ്സും പ്രീവിയസ് പൊസിഷനിലേക്ക് പോയിട്ടൊന്ന് റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ എയർ ഫ്രം ദ ലങ്സ് മൂവ്സ് ഔട്ട്. അപ്പോൾ നമ്മളുടെ ലങ്സിന് അകത്തിരിക്കുന്ന എയർ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. റെസ്പിറേറ്ററി ട്രാക്ട്. എയർ എൻറ്ററിങ് ത്രൂ ദ നോസ്ട്രിൽസ് റീച്ചസ് ആൽവിയോളെ ഓഫ് ദ ലങ്സ്. അതായത് നമ്മളുടെ നോസ്ട്രിൽസ് വഴി അകത്തേക്ക് പ്രവേശിക്കുന്ന എയർ എവിടേക്കാണ് എത്തുന്നത്, ലങ്സിൻ്റെ ആൽവിയോളെ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് എത്തുന്നത്. റെസ്പിറേറ്ററി ട്രാക്ട് ഈസ് ദിസ് എയർ പാസേജ് ഫ്രം നോസ്ട്രിൽസ് ടു ലങ്സ്. അപ്പോൾ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് ഈ നോസ്ട്രിൽസിൽ നിന്ന് ലങ്സിലേക്ക് ഈ നമ്മളുടെ എയർ എത്തുന്നതിനുള്ള ഒരു വഴിയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ താഴെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോസ്ട്രിൽസും ലാസ്റ്റ് ആൽവിയോളസും ആണ്. ഇത് രണ്ടും അവർ തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം.
അപ്പോൾ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നോസ്ട്രിൽസ് ആണ്, പിന്നീട് ട്രക്കിയ, ബ്രോങ്കി, ബ്രോങ്കിയോൾസ്, ആൽവിയോളസ് ഇങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഹൗ ഈസ് ദ പാസേജ് ഓഫ് എയർ ത്രൂ ദ റെസ്പിറേറ്ററി ട്രാക്ട് മെയ്ഡ് പോസിബിൾ? എക്സാമിൻ ദ ഇല്ലുസ്ട്രേഷൻ ബിലോ. അപ്പോൾ എങ്ങനെയായിരിക്കും റെസ്പിറേറ്ററി ട്രാക്റ്റിലൂടെയുള്ള എയറിൻ്റെ സഞ്ചാരം നടക്കുന്നത്? അതിനായിട്ട് താഴെ തന്നിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഹലേഷനിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ദ ഡയഫ്രം കോൺട്രാക്ട്സ് ആൻഡ് ഫ്ലാറ്റൻ സ്ലൈറ്റ്ലി, റിബ് കേജ് ലിഫ്റ്റ് അപ്വേർഡ്സ്. അതായത് നമ്മളുടെ ഡയഫ്രം എന്ത് ചെയ്യുന്നു, കോൺട്രാക്റ്റ് ചെയ്യുന്നു, അങ്ങനെ അത് പതിയെ ഫ്ലാറ്റൺ ആവാനായിട്ട് തുടങ്ങുന്നു. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, റിബ് കേജ് ലിഫ്റ്റ് അപ്വേർഡ്സ്, നമ്മളുടെ വാരിയെല്ലുകളുടെ ആ ഒരു കൂട്ടം ഉണ്ടല്ലോ അതെന്ത് ചെയ്യുന്നു, അല്പം മുകളിലേക്കൊന്ന് ഉയരുന്നു. ദ വോളിയം ഓഫ് ദ തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസസ്, ദ ലങ്സ് എക്സ്പാൻഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം, അതിൻ്റെ വ്യാപ്തം എന്ത് ചെയ്യുന്നു, കൂടുകയും അവിടേക്ക് എക്സ്പാൻഡ് ആവുകയും ചെയ്യുന്നു, ലങ്സ് എക്സ്പാൻഡ് ആവുകയും ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ ലങ്സ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, നമ്മളുടെ ലങ്സിനുള്ളിലേക്ക് ഈ എയർ കയറി വരുന്നു. പിന്നീട് എന്താ സംഭവിക്കുന്നത്, ദ ഡയഫ്രം റിട്ടേൺസ് ടു ദ പ്രീവിയസ് സ്റ്റേറ്റ് ആൻഡ് ദ റിബ് കേജ് മൂവ്സ് ഡൗൺ. ഇനി പതിയെ ഈ ഡയഫ്രം എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രീവിയസ് സ്റ്റേജിലേക്ക്, അതായത് ഇപ്പോൾ അത് ഫ്ലാറ്റൺ ആയിട്ടിരിക്കുകയാണല്ലോ, വീണ്ടും അത് നടുക്ക് ഭാഗം ഉയർന്നിരിക്കുന്ന ആ രീതിയാണ് അതിൻ്റെ പ്രീവിയസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സ്റ്റേജിലേക്ക് അതെന്ത് ചെയ്യുന്നു, വീണ്ടും വരികയും ആ സമയത്ത് നമ്മുടെ റിബ് കേജ് മുകളിലേക്ക് പൊങ്ങിയിരുന്നതല്ലേ അത് പതിയെ താഴേക്ക് വരികയും ചെയ്യുന്നു. ദ വോളിയം ഓഫ് ദ തൊറാസിക് ക്യാവിറ്റി ഡിക്രീസസ് ആൻഡ് ലങ്സ് കോൺട്രാക്ട്. അതുപോലെ ഇത് താഴേക്ക് വരികയും എല്ലാം പഴയതുപോലെ ആവുകയും ചെയ്യുമ്പം തൊറാസിക് ക്യാവിറ്റിയുടെ വ്യാപ്തവും എന്ത് ചെയ്യുന്നു, കുറയുന്നു. അങ്ങനെ ലങ്സും എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു, ചുരുങ്ങുന്നു. ലങ്സ് ചുരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ദ എയർ ഫ്രം ദ ലങ്സ് മൂവ്സ് ഔട്ട്. ആ ലങ്സിനകത്തുണ്ടായിരുന്ന എയർ എല്ലാം എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മളൊരു ബലൂണിലേക്ക് എയർ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ബലൂൺ എന്ത് ചെയ്യും, ഇങ്ങനെ വീർത്ത് വീർത്ത് വരും അല്ലേ. അതിനുശേഷം നമ്മൾ അതിനെ ഞെക്കി ചെറുതാക്കാൻ നോക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പതിയെ എന്ത് ചെയ്യും, നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ ഞെക്കുമ്പോഴത്തേക്കും ഇതിൽ കൂടെങ്കിലുമൊക്കെ ആ എയർ എന്ത് ചെയ്യും, പുറത്ത് പോകാനായിട്ട് ശ്രമിക്കും. അതുപോലെ ലങ്സ് എന്ത് ചെയ്യും, ലങ്സ് വീർത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് എയർ ഫില്ലാവും. അതിനുശേഷം ലങ്സ് എന്ത് ചെയ്യുന്നു, ചുരുങ്ങുമ്പോഴത്തേക്കും അതിനകത്തുള്ള എയർ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇനി അടുത്തതായിട്ടൊരു ടേബിളാണ് തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഇൻഹേൽഡ് എയറിലും എക്സേൽഡ് എയറിലുമുള്ള കമ്പോണൻസിൻ്റെ അളവാണ് കൊടുത്തിരിക്കുന്നത്. പെർസെൻറ്റേജിലാണ് അളവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് എടുക്കുന്ന നമ്മുടെ ഇൻഹേൽഡ് എയറിൽ ഓക്സിജൻ 21% ആണുള്ളത്. എന്നാൽ എക്സൈൽഡ് എയറിൽ എത്രയാണ്, 15% ഓക്സിജൻ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ഓക്സിജനെയും കാട്ടി നമ്മൾ പുറത്തേക്ക് തിരിച്ചു വിടുന്ന ഓക്സിജൻ്റെ അളവ് കുറവാണ് അല്ലേ. കാരണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്തെടുക്കുന്നുണ്ട്, ഓക്സിജൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ അകത്തേക്ക് എടുക്കുന്ന എത്രയാണ്, 0.04% ആണ് അകത്തേക്ക് എടുക്കുന്നത്. എന്നാൽ പുറത്തേക്ക് നമ്മൾ 4% കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാകുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പല പ്രവർത്തനങ്ങളുടെയും ഫലമായി ഉണ്ടാകുന്നുണ്ട്. അത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമില്ല. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വിടുന്നത്. ഇനി നൈട്രജൻ 78% നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും അതേപോലെ തന്നെ ആ 78% നമ്മൾ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മോയിസ്ചർ നമ്മൾ അകത്തേക്ക് എടുക്കുന്നത് 0.96% ആണ്. പുറത്തേക്ക് വിടുന്ന എത്രയാണ്, 3% ആണ്. അതും നമ്മളുടെ ശരീരത്തിനുള്ളിലെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന മോയിസ്ചറാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഇവിടെ ഈ ടേബിളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ ഇൻഹേൽഡ് എയറിലെയും എക്സേൽഡ് എയറിലെയും കമ്പോണൻസിൻ്റെ ലെവൽ സെയിം ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഡിഫറൻസ് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഡിഫറൻസ് കാണിക്കുന്ന ആരൊക്കെയാണ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മോയിസ്ചർ, ഇത് മൂന്നുമാണ് ഡിഫറൻസ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ കമ്പോണൻസ് ആർ ഇൻ ഹയർ ലെവൽ ആൻഡ് ലോവർ ലെവൽ ഇൻ എക്സേൽഡ് എയർ ദാൻ ഇൻ ഇൻഹേൽഡ് എയർ. അതായത് ഇൻഹേൽഡ് എയറിനെയും കാട്ടി ഹയർ ലെവലിലോ അല്ലെങ്കിൽ ലോവർ ലെവലിലോ എക്സേൽഡ് എയറിൽ നിൽക്കുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്, നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡും മോയിസ്ചറും, അത് രണ്ടും ഏതിലാണ്, ഇൻഹേൽഡ് എയറിനെയും കാട്ടി ഹയർ ലെവലിലാണ് എക്സേൽഡ് എയറിലുള്ളത്. അതുപോലെ തന്നെ ഓക്സിജൻ ഇൻഹേൽഡ് എയറിനെയും കാട്ടി ലോവർ ലെവലിലാണ് എവിടെ ഉള്ളത്, എക്സേൽഡ് എയറിലുള്ളത്. ഇൻസിഡൻസ് ഓഫ് ഫുഡ് ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ ദ ട്രക്കിയ. ഇനി ട്രക്കിയയിൽ ഫുഡ് സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹാവ് യു കം അക്രോസ് ന്യൂസ് ഐറ്റംസ് ഇൻ ദ ന്യൂസ് പേപ്പർ അബൌട്ട് ബ്രസ്റ്റ് മിൽക്ക് ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ ദ ട്രക്കിയ കോസിങ് ഹാം ടു സ്മോൾ ചിൽഡ്രൻ. അപ്പോൾ നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, അതായത് ചെറിയ കുട്ടികളുടെ തൊണ്ടയിൽ ഇതുപോലെ പാല് കുടുങ്ങിയിട്ട് കുട്ടികൾക്ക് അപകടം സംഭവിച്ചതിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. ഈ ഇടയ്ക്കും ഇതുപോലൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വാട്ട് ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ ഇൻ സച്ച് കേസസ് ഓഫ് ചോക്കിംഗ് ഓൺ ഫുഡ് ഓർ ബ്രസ്റ്റ് മിൽക്ക്. അപ്പോൾ ഇതുപോലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കുകയല്ലേ, അതായത് തൊണ്ടയിൽ ഭക്ഷണം കൊടുങ്ങുക അല്ലെങ്കിൽ മുലപ്പാൽ തൊണ്ടയിൽ കൊടുങ്ങുക, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മരണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്ത് ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ. അപ്പോൾ അതാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്.
If the food is stuck in the trachea, that person should be asked to cough forcefully. With the force of cough, the food will be ejected. അതായത് ഒരാളുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിക്കഴിഞ്ഞാൽ അയാളോട് നല്ല ശക്തിയിൽ ചുമയ്ക്കാനായിട്ട് പറയണം. അപ്പോൾ ഈ ചുമയുടെ ശക്തി കൊണ്ട് എന്ത് ചെയ്യുക, അവിടെ തട്ടിയിരിക്കുന്ന ഫുഡ് പുറത്തേക്ക് തെറിച്ചു പോകാം. ആസ് ഷോൺ ഇൻ ദ പിക്ചർ, കീപ് ദ പേഴ്സൺ ഹു ഹാസ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് ഇൻ എ സ്ലൈറ്റ്ലി ബെൻഡ് പൊസിഷൻ വിത്ത് ബോത്ത് ഹാൻഡ്സ്. പ്രസ് ഫേംലി ഓൺ ദ അഫക്റ്റഡ് പേഴ്സൺ സ്റ്റൊമക് ഫ്രം ബിഹൈൻഡ്. ഇഫ് നെസസറി റിപ്പീറ്റ് ദിസ് പ്രോസസ് ഫോർ എ ഫ്യൂ മോർ ടൈംസ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നില്ലേ, ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയിട്ട് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളെ ഇങ്ങനെ ഫ്രണ്ടിൽ അല്പം ഒന്ന് കുനിച്ചു നിർത്തുക. അതിനുശേഷം പുറകിലൂടെ 2 കൈകൊണ്ടും അയാളെ പിടിച്ചിട്ട് അയാളുടെ സ്റ്റൊമക്കിൽ പുറകിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ പ്രോസസ്സ് നമ്മൾ കുറച്ച് നേരം ആവർത്തിക്കുക. ഒരു ഫ്യൂ മോർ ടൈംസ് നമ്മൾ നോക്കുക. ഇനി ഇതിൽ ഫുഡ് പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ എവിടെ തന്നെ പോകണം, ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങളും ഈ പ്രശ്നം അനുഭവിക്കുന്ന ആൾ നമുക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായത്തിലെത്തിയൊരു വ്യക്തിയാണെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇഫ് ദ അഫക്റ്റഡ് പേഴ്സൺ ഈസ് എ ബേബി, അപ്പോൾ ഈ അഫക്റ്റഡ് പേഴ്സൺ ഒരു ബേബി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്ലേസ് ദ ബേബി ഫേസ് ഡൗൺ ഓൺ യുവർ ഫോർആം ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മളുടെ ഒരു കയ്യിൽ കുട്ടി എന്ത് ചെയ്യണം, ഇതുപോലെ താഴേക്ക് ആ കുട്ടിയുടെ ഫേസ് വരുന്ന രീതിയിൽ നമ്മൾ കിടത്തണം. യുവർ ആം ഷുഡ് ബി റെസ്റ്റിംഗ് ഓൺ യുവർ തൈ. എന്നിട്ട് നമ്മൾ ചുമ്മാ കൊച്ചിനെ പിടിച്ച് കയ്യിൽ നിന്ന് പോകരുതല്ലേ, നമ്മുടെ ഈ കൈ എവിടേക്ക് വെക്കണം, നമ്മളുടെ കാലിൻ്റെ തുടയിലേക്ക് വെച്ച് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം. വിത്ത് ദ പാം ഓഫ് യുവർ അതർ ഹാൻഡ് ഗീവ് ദ ചൈൽഡ് ഫോഴ്സ്ഫുൾ ബ്ലോസ് ബിറ്റ്വീൻ ദ ഷോൾഡർ ബ്ലേഡ്സ്. അതായത് നമ്മളുടെ ഈ തോളലുണ്ടല്ലോ, തോളലിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് എന്തോ ചെയ്യണം, ഇതുപോലെ കൈ വെച്ച് ശക്തിയിൽ തട്ടിക്കൊടുക്കണം. പ്രൊവൈഡ് മെഡിക്കൽ അറ്റൻഷൻ ഇഫ് നെസസറി. അതുപോലെ നമ്മൾ ഈ തട്ടിക്കൊടുത്തിട്ടും എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല, കുട്ടിക്ക് വീണ്ടും ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മൾ മുകളിലായിട്ടുള്ള ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അഡൽട്ട് ആയിട്ടുള്ള വ്യക്തിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഫുഡ് കുടുങ്ങിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ എവിടേക്ക് പോകണം, ഹോസ്പിറ്റലിലേക്ക് പോകണം. സ്മോക്കിംഗ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്. സ്മോക്കിംഗ് ഇമ്പയർസ് ദ ഫങ്ഷനിങ് ഓഫ് ലങ്സ്. അപ്പോൾ നമുക്കറിയാമല്ലേ, സ്മോക്കിംഗ് അല്ലെങ്കിൽ നമ്മൾ പുക വലിക്കുന്നത് നമ്മളുടെ ലങ്സിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർബൺ, ടാർ ആൻഡ് അതർ ടോക്സിക് സബ്സ്റ്റൻസസ് പ്രസൻറ്റ് ഇൻ ദ സിഗരറ്റ് സ്മോക്ക് ക്യാൻ റിമെയിൻ ഇൻ ദ ലങ്സ്. അതായത് ഈ സിഗരറ്റിൻ്റെ പുകയിലൊക്കെയുള്ള കാർബൺ, ടാറ് അതുപോലെ മറ്റ് വിഷവസ്തുക്കളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ലങ്സിൽ തന്നെ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കും. ദിസ് ക്യാൻ കോസ് പെർസിസ്റ്റൻറ്റ് കാഫ്. ഇതെന്താണ്, നിരന്തരമായിട്ടുള്ള ചുമയ്ക്കൊക്കെ കാരണമാകും. ടൊബാക്കോ കണ്ടെയ്ൻസ് കെമിക്കൽസ് ദാറ്റ് കോസ് ക്യാൻസർ. അതുപോലെ തന്നെ ടൊബാക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്, പുകയില, ഈ സിഗരറ്റിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്നത്. ആ പുകയിലയിൽ കുറേ കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസ് എന്തിനും കാരണമാകും, ക്യാൻസറിനും കാരണമാകും. ഡൈവേഴ്സിറ്റി ഇൻ ബ്രീത്തിങ്. പാരമീസിയം ഈസ് ആൻ അക്വാട്ടിക് യൂണിസെല്ലാർ ഓർഗാനിസം ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐ. അതായത് ഇനി നമ്മൾ ഹ്യൂമൻ റെസ്പിറേഷനെ പറ്റി പഠിച്ചു. ഇനി മറ്റ് ജീവികളുടെ റെസ്പിറേഷനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പാരമീസിയം എന്ന് പറയുന്നത് ഒരു അക്വാട്ടിക് യൂണിസെല്ലാർ ഓർഗാനിസമാണ്. അതായത് വെള്ളത്തിലൊക്കെ കാണപ്പെടുന്ന ഒരു കോശം മാത്രമുള്ള ജീവിയാണ് ഏതെന്ന് പറയുന്നത്, പാരമീസിയം എന്ന് പറയുന്നത്. നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ജീവിയാണിത്. അനലൈസ് ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ദ പ്രോട്ടോസോവൻ ലൈക്ക് പാരമീസിയ. അപ്പോൾ ഇതുപോലെയുള്ള പ്രോട്ടോസോവൻ ജീവികളിൽ എങ്ങനെയാണ് ഗ്യാസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത് എന്ന് ഈ ചിത്രം നോക്കി മനസ്സിലാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പാരമീസിയത്തിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്, സെൽ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ആരോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓക്സിജൻ ഈ സെൽ മെംബ്രെയിനിൽ കൂടെ എന്ത് ചെയ്യും, അകത്തേക്ക് കയറും. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സെൽ മെംബ്രെയിനിൽ കൂടെ എവിടേക്ക് വരും, പുറത്തേക്കും വരും. Paramecium takes in oxygen dissolved in the surrounding water through the cell membrane and gives out carbon dioxide. അപ്പോൾ എങ്ങനെയാണെന്ന് താഴെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. പാരമീസിയം എന്ത് ചെയ്യുന്നു, അത് നമ്മൾ പറഞ്ഞു അക്വാട്ടിക് ആണ്, അതായത് ജലത്തിൽ കാണപ്പെടുന്ന ജീവിയാണ് അല്ലേ. അപ്പോൾ ഈ ജലത്തിൽ ഓക്സിജൻ ഡിസോൾവ്ഡ് ആയിട്ട് ഇരിക്കൂലേ. അപ്പോൾ ഈ ഓക്സിജനെ ചെയ്യും, ഈ സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യും, തൻ്റെ ഉള്ളിലേക്ക് എടുക്കും. എന്നിട്ട് അതിൻ്റെ ശരീരത്തിൽ ലയിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ സെൽ മെംബ്രെയിനിൽ കൂടെ തന്നെ തിരിച്ച് ജലത്തിലേക്ക് വിടുകയും ചെയ്യും. ഇനി മറ്റ് ജീവികളിൽ എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ റെസ്പിറേഷന് വേണ്ടി അവരുടെ ഏത് പാർട്ടാണ് അവരെ സഹായിക്കുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം ആരാണ്, എർത്ത് വം, നമ്മുടെ മണ്ണിരയാണ് കൊടുത്തിരിക്കുന്നത്. മണ്ണിരയെ സഹായിക്കുന്നത് ആരാണ്, അതിൻ്റെ മോയിസ്റ്റ് സ്കിന്നാണ്, അതിൻ്റെ ഈർപ്പമുള്ള അതിൻ്റെ ചർമ്മമാണ് എന്തിനു സഹായിക്കുന്നത്, റെസ്പിറേഷന് സഹായിക്കുന്നത്. ഇനി ഫിഷിനെ എന്താണ് സഹായിക്കുന്നത്, അതിൻ്റെ ഗിൽസ് ആണല്ലേ, അതിൻ്റെ ചെകിളകളാണ് സഹായിക്കുന്നത്. ഇനി ഫ്രോഗിനെ നിങ്ങൾക്കറിയാലോ, ഫ്രോഗ് കരയിലും ജീവിക്കും വെള്ളത്തിലും ജീവിക്കും അല്ലേ, അതൊരു ആംഫീബിയൻ ആണ്. ലങ്സ് വൈൽ ഓൺ ലാൻഡ്, അപ്പോൾ ലാൻഡിലാണെങ്കിൽ ലങ്സ് ആണ് അതിനെ സഹായിക്കുന്നത്.
മോയിസ്റ്റ് സ്കിൻ അണ്ടർ വാട്ടർ. ഇനി അത് ജലത്തിലാണെങ്കിലോ അതിൻ്റെ മോയിസ്റ്റ് സ്കിന്നാണ്, അതിൻ്റെ ഈർപ്പമുള്ള ചർമ്മമാണ് അതിനെ എന്തിനെ സഹായിക്കുന്നത്, റെസ്പിറേഷന് സഹായിക്കുന്നത് വെള്ളത്തിലായിരിക്കുമ്പോൾ. ഇനി അടുത്തത് സ്പൈഡറാണ്. സ്പൈഡറിനെ സഹായിക്കുന്നത് ആരാണ്, ബുക്ക് ലങ്സ് ആണ് സ്പൈഡറിനെ റെസ്പിറേഷന് വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ റെസ്പിറേഷൻ എന്താണെന്ന് അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ദ പ്രോസസ് ത്രൂ വിച്ച് ഓർഗാനിസം റിസീവ് ഓക്സിജൻ ഫ്രം ദെയർ എൻവിറോൺമെൻറ്റ് ആൻഡ് എലിമിനേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കോൾഡ് റെസ്പിറേഷൻ. അപ്പോൾ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഓർഗാനിസം, ഒരു ജീവിക്ക് അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ഓക്സിജൻ ലഭിക്കുകയും എന്നിട്ട് അതിൻ്റെ ശരീരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അത് പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസ്പിറേഷൻ എന്ന് പറയുന്നത്. യു ഹാവ് ലേൺഡ് ദാറ്റ് പ്ലാന്റ്സ് ഓൾസോ റെസ്പയർ ലൈക്ക് അതർ ഓർഗാനിസംസ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പയർ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ഓൾസോ അബ്സോർബ് ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതുപോലെ പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനെ അകത്തേക്ക് സ്വീകരിക്കുകയും എന്നിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ വിടുകയും ചെയ്യുന്നുണ്ട്. സ്റ്റൊമാറ്റോ ആർ ഫൈൻ പോർസ് ഫൗണ്ട് ഇൻ ലീവ്സ് ആൻഡ് ടെൻഡർ സ്റ്റെം ദാറ്റ് ഹെൽപ്പ് ഇൻ ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ എന്താണ്, ഈ പറയുന്ന നമ്മുടെ പ്ലാന്റ്സിലെ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ചെറു സുഷിരങ്ങളുണ്ട്. ഇത് നമ്മുടെ ലീവ്സിലാണുള്ളത്. ലീവ്സിലും അതുപോലെ തന്നെ ഇളമായിട്ടുള്ള തളിരായിട്ടുള്ള തണ്ടുകളിലുമുണ്ട്. ഇതെന്തിനു സഹായിക്കുന്നു, പ്ലാന്റ്സിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ചിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡൗട്ട് വരാം, നമ്മൾ പ്ലാന്റ്സ് ഓക്സിജനെ ആണോ സ്വീകരിക്കുന്നത് അതോ കാർബൺ ഡൈ ഓക്സൈഡിനെ ആണോ സ്വീകരിക്കുന്നത് എന്നൊരു ഡൗട്ട് വരാം. അപ്പോൾ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നത്. റെസ്പിറേഷൻ നടക്കുമ്പോൾ എന്താണ്, ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് പുറത്തേക്ക് വിടുന്നത്. ഇത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ, മുൻ ക്ലാസ്സുകളിൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്, എങ്കിലും ഒന്നും കൂടെ പറയുകയാണ്. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ്സ് എന്തോ ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുകയും ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി റെസ്പിറേഷൻ നടക്കുമ്പോൾ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, ഓക്സിജനെ എടുക്കുകയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഗ്യാസ് ഡു പ്ലാന്റ്സ് ടേക്ക് ഇൻ ഡ്യൂറിങ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ്റെ ടൈമിൽ ഏത് ഗ്യാസിനെയാണ് പ്ലാന്റ്സ് എടുക്കുന്നത്, ഏതിനെയാണ് എടുക്കുന്നത്, ഓക്സിജൻ ആണ് എടുക്കുന്നത്. നെയിം ദ ഗ്യാസ് റിലീസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ഡ്യൂറിങ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ്റെ സമയത്ത് ഏത് ഗ്യാസാണ് പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്നത്, ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റിലീസ് ചെയ്യുന്നത്. വേർ ഡസ് ദ ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ഏത് പാർട്ടിൽ വെച്ചിട്ടാണ് ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്, എവിടെയാണ്, ലീവ്സിലെ സ്റ്റൊമാറ്റയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. From this unit, we have understood two important activities that takes place in our body such as digestion and respiration. അപ്പോൾ ഈ യൂണിറ്റിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രണ്ട് പ്രധാന പ്രവർത്തനങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്, ഡൈജഷനും റെസ്പിറേഷനും ആണ്. യു ആർ ഓൾസോ കൺവിൻസ്ഡ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ഹെൽത്തി ഹാബിറ്റ്സ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ഡൈജസ്റ്റീവ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഹെൽത്തി ഹാബിറ്റാണ് നമ്മൾ ശീലിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. ഫോളോ ദം ഇൻ യുവർ ഡെയിലി ലൈഫ്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യണം, പാലിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി ഈ ചോദ്യങ്ങൾ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് കറക്റ്റ്. താഴെ തന്നിരിക്കുന്ന കോമ്പിനേഷനിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കുക. ഫസ്റ്റ് അതാണ് എ, എന്താ തന്നിരിക്കുന്നത്, ഗോട്ട്, ഹോഴ്സ്, ക്രോ, പീജിയൻ. അപ്പോൾ ഇതിനെ ഹെർബിവോർസ് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കിയേ, നമ്മുടെ ക്രോ ആണെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്ന ഒരു പക്ഷിയാണോ, അല്ലല്ലേ. നമ്മൾ കൊടുക്കുന്ന എല്ലാ വേസ്റ്റും നമ്മളുടെ ക്രോ വന്ന് കൊത്തി കഴിക്കാറില്ലേ. അപ്പോൾ എന്തായാലും ഇത് എന്തിൻ്റെ കൂട്ടത്തിൽ പെടത്തില്ല, ഹെർബിവോർസിൻ്റെ കൂട്ടത്തിൽ പെടത്തില്ല. ഇനി അടുത്ത ബി നോക്കിയേ, ലിയോപാർഡ്, വൾച്ചർ, എലിഫന്റ്, ലിസാർഡ്. ഇതിനെയെല്ലാം കാർണിവോർസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് എലിഫന്റിനെ നോക്കിയേ, എലിഫന്റ് കാർണിവോർ ആണോ, അല്ല, എലിഫന്റ് ഒരു ഹെർബിവോർ ആണല്ലേ. സി നോക്ക്, മാൻ, ഹെൻ, മങ്കി, പീകോക്ക്. ഇതിനെ എന്താണ്, ഒംനിവോർസ് എന്ന് പറയുന്ന ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മാൻ, ഹെൻ, മങ്കി, പീകോക്ക് ഇവർ 4 പേരും എന്താണ്, ഒംനിവോർസ് ആണ്. അപ്പോൾ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻ ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഓർഗനിലാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആകുന്നത്. മൗത്ത്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ്, മൗത്തിൽ തുടങ്ങുന്നേ ഉള്ളല്ലേ. അതുപോലെ സ്റ്റൊമക്കിലെത്തുമ്പോൾ എന്താണ്, പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് പാർഷ്യലി കംപ്ലീറ്റഡ് ആകും. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈൻ നോക്കിയാൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തോ ചെയ്യുന്നു, അതിനകത്ത് നിന്ന് ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ എല്ലാം നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്ത് അതുപോലെ തന്നെ അസിമിലേഷനും നടക്കുന്നു. അപ്പോൾ
അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് എന്ത് സംഭവിക്കുന്നത്, ഡൈജഷൻ കംപ്ലീറ്റഡ് ആകുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രിക്കോഷണറി സ്റ്റെപ്സ് ടു ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ടൂത്ത് ഡീക്കേ. ടൂത്ത് ഡീക്കേ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ട് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്, ബ്രഷ് ട്വൈസ്ലി, അവോയ്ഡ് ഷുഗറി ഡ്രിങ്ക്സ്, അതൊക്കെയാണല്ലേ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ, കമ്പയർ ദ ഡെൻറ്റേഷൻ ഓഫ് എ 6-year-old ചൈൽഡ് ആൻഡ് ദാറ്റ് ഓഫ് ആൻ അഡൽറ്റ്. ഒരു 6 വയസ്സുള്ള കുട്ടിയുടെയും ഒരു അഡൽറ്റിൻ്റെയും തമ്മിലുള്ള പല്ലുകളുടെ കാര്യം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 6 വയസ്സുള്ള കുട്ടിക്ക് എന്തായിരിക്കും ഉണ്ടാവുക, മിൽക്ക് ടീത്ത് ആയിരിക്കും ഉണ്ടാവുക. അഡൽറ്റിന് എന്തായിരിക്കും ഉണ്ടാവുക, പെർമനൻറ്റ് ടീത്ത് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അതുപോലെ തന്നെ 6-year-oldന് എത്ര പല്ല് കാണും, അപ്പം 20 പല്ലായിരിക്കും കാണുന്നത് അല്ലേ. 20 പല്ലുകളായിരിക്കും കാണുക. ഇനി അഡൽറ്റിനാണെങ്കിലോ 32 പല്ലുകൾ ഉണ്ടായിരിക്കും. അതൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഈസ് ലൈയിങ് ഡൗൺ ആൻഡ് ഈറ്റിംഗ് ഫുഡ്, ഡു യു തിങ്ക് ദ ഫുഡ് വിൽ റീച്ച് ദ സ്റ്റൊമക്ക് വൈ. അതായത് ഒരാൾ കിടന്നുകൊണ്ട് എന്ത് കഴിക്കുകയാണ്, ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഈ ഫുഡ് സ്റ്റൊമക്കിലെത്തും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ, എന്തുകൊണ്ട്. അപ്പോൾ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, താഴേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഹാർഡായിട്ടുള്ള ഫുഡാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. വളരെ സ്ലോ ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, താഴേക്ക് പോകാം. പക്ഷേ ചിലപ്പോൾ നമുക്ക് എന്താണ്, ചോക്കിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് നോക്കിയേ. ലൈക്ക് മാൻ അതർ ഓർഗാനിസം ഓൾസോ ബ്രീത്ത്. മനുഷ്യരെ പോലെ മറ്റ് ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്. ഒബ്സർവ് ദ ബോഡി മൂവ്മെൻറ്റ്സ് ഓഫ് ക്യാറ്റ്, കൗ എക്സെട്ര ഡ്യൂറിങ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. അപ്പോൾ നമ്മൾ ക്യാറ്റിൻ്റെയും കൗവിൻ്റെയൊക്കെ ഇൻഹലേഷൻ്റെ ടൈമിലും എക്സലേഷൻ്റെ ടൈമിലും അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കണം. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബ്രീത്ത് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിൽ കാണുന്നതെന്ന് നോക്കുക. അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റീസൺസ് പറയാനായിട്ട് കഴിയും. പിന്നീട് നിങ്ങൾ റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരു സെമിനാർ നടത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ബുള്ളറ്റിൻ ബോർഡിൽ പ്രദർശിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത്, അക്വേറിയത്തിൽ എയർ പമ്പ് വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ ആവശ്യം എന്തായിരിക്കും, അതിൻ്റെ പ്രാധാന്യം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മെഡിക്കൽ ക്യാമ്പ് നിങ്ങൾ സ്കൂളിൽ കണ്ടക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഡെൻ്റൽ കെയറുമായിട്ട്, നമ്മുടെ ദന്ത സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് ഓർഗനൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 5ാമത്തെ യൂണിറ്റ് തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമായി മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക്